ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാനൊരു ഷർട്ട് കൊണ്ടുള്ളൊരു ഐറ്റമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷർട്ട് കൊണ്ടൊരു ടോപ്പാണ് തയ്ച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് മിടിക്കൊക്കെ കുട്ടികളുടെ മിടിക്കൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ആദ്യം നമുക്ക് ഈ കൈയൊക്കെ സെപ്പറേറ്റ് ആക്കി മാറ്റിയെടുക്കാം. പിന്നെ അതുപോലെ കോളർ മാറ്റിയെടുക്കണം. ആദ്യമേ ഇതിൻ്റെ കൈ വെട്ടി മാറ്റാം. കൈ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ആദ്യം ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാനാണ്, ചെറിയൊരു ഇതുപോലെ ഹോളിട്ട ശേഷം ആ ഹോളിലൂടെ ഒന്ന് പട്ടിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കൈ ഇങ്ങനെ വെട്ടി മുറിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലും അടി ചിലപ്പോൾ കൂടുതൽ, ചിലപ്പോൾ മുകളിൽ കറക്റ്റായിരിക്കാം, അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്. ഞാനിത് രണ്ട് കൈയും വെട്ടി മാറ്റി. മറ്റേ കൈ. ഇനി ഇതിൻ്റെ കോളർ മാറ്റാം. കോളറിനെ ഇവിടെ നിന്നാണ് വെട്ടി മാറ്റുന്നത് കേട്ടോ. കോളറ് ഞാൻ വെട്ടി മാറ്റി കണ്ടോ. മാറ്റി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഉണ്ട്. ഇതിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. ഇനി നമുക്കിതിൻ്റെ ബട്ടൺ ഇട്ട് കൊടുക്കാം. ബട്ടൺസൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അളവ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, കറക്റ്റ് ഞാൻ നിവർത്തിയിട്ടു ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ നിന്ന് മടക്കിയിടാം. കൈയൊക്കെ ഒരുപോലെ വെച്ചിട്ട് കൈൻ്റെ ഈ ഭാഗമൊക്കെ ഒരുപോലെ വെക്കുക. വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ടു. ആദ്യം ഇതിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുത്തു. ഇറക്കം നമ്മൾ ഈ കോളർ ഉണ്ടല്ലോ, ഈ കോളറിൻ്റെ ഇവിടെ നിന്നും ഇവിടെ താഴം വരെ 20 ഇഞ്ചാണ് കൊടുത്തത്. 19 ഇഞ്ച് മതി, 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തത് തയ്യൽ തുമ്പ് മടക്കിയിട്ട് തയ്യൽ തുമ്പായിട്ടാണ് കൊടുത്തത്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് 27 ഇഞ്ചാണ്, അതായത് ഫുൾ റൗണ്ട് 27 ഇഞ്ചാണ്. അപ്പോൾ 27 ഇഞ്ചിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ടേപ്പിൾ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുക. ഇവിടെ 27 വെച്ചു. ഈ 27ലേക്ക് നമ്മുടെ ടേപ്പിൻ്റെ അറ്റം കണ്ടേ, ഈ ടേപ്പിൻ്റെ അറ്റം ഇതുപോലെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് കിട്ടിയതാ ഇതിൻ്റെ സെൻറ്റർ, ഈ ടേപ്പിൻ്റെ സെൻറ്റർ നോക്കുക. സെൻറ്റർ കിട്ടിയത് നമുക്ക് ഇതിൻ്റെ പകുതി 13.5 ഇഞ്ചാണ്. ഇതിൻ്റെ പകുതി 13.5 ഇഞ്ചല്ലേ? അതെ, 13.5 ഇഞ്ചിൻ്റെ ഈ പകുതി ഈ 13.5 ഇഞ്ചിന് ഇതുപോലെ പിടിച്ചിട്ട് ഈ 13.5 ഇഞ്ചിൻ്റെ നേരെ അടിയിൽ ഈ ടേപ്പിൻ്റെ അറ്റം വെക്കുക. വെച്ചിട്ട് ഇപ്പോൾ നോക്കുക, ടേപ്പ് ഇങ്ങനെ മടക്കിയിടുമ്പോൾ ടേപ്പിൻ്റെ സെൻറ്ററിലായിട്ട് എത്രയാണ് സംഖ്യ വരുന്നത്? 6.25. കണ്ടോ? നമുക്കിതുപോലെ ടേപ്പിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 6.25 ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റ് വണ്ണം ആദ്യം ഇവിടെ ഒരു 5 ഇഞ്ച് താഴ്ത്തിയെടുക്കാം. ഈ കോളറിൻ്റെ ഇവിടെ നിന്നും 5 ഇഞ്ച് താഴേക്ക് താഴ്ത്തിയിട്ട് ഇവിടെയാണ് 5 ഇഞ്ച് കിട്ടുന്നത്. ഇത് നെക്കിൻ്റെ അടയാളമാണ് കേട്ടോ. നെക്കിൻ്റെ ലെങ്ത്താണ് നമ്മൾ ഈ 5 ഇഞ്ച് താഴ്ത്തി എടുത്തത്. അപ്പോൾ ഇവിടെ നെക്ക് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഷർട്ടായതുകൊണ്ട്. അപ്പോൾ 5 ഇഞ്ചിന് നേരെ ഇവിടെ ഒരു അടയാളം കൊടുത്തു, ഇവിടെ വരെ ഒരു അടയാളം കൊടുത്തു. അപ്പോൾ അവിടെയാണ് നമുക്ക് ചെസ്റ്റ് വണ്ണം എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 6.25 എടുത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ഇനി നമുക്ക് ഷേപ്പ് എടുക്കണം. ഷേപ്പിന് അതേപോലെ തന്നെ ഇതാ ഈ കോളറിൻ്റെ ഇവിടെ നിന്നും താഴേക്ക് ഒരു 12 ഇഞ്ച് എടുക്കുക. ഈ കീശയുടെ നേരെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഷേപ്പിന് ഇറക്കം കൊടുത്തു. ഇനി ഇതിൻ്റെ നേരെ ഷേപ്പിന് വണ്ണം എടുക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ചെസ്റ്റ് വണ്ണം എടുത്തത് 6.25 അല്ലേ? അപ്പോൾ 6.25 നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ 5.25 ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ 5.25 ഷേപ്പിന് വണ്ണം കൊടുത്തു, 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൊടുത്തു. അപ്പോൾ കീശയുടെ നേരെ ഇപ്പുറത്താണ് നമുക്ക് തയ്യൽ തുമ്പ് കിട്ടിയത്, എന്താണ് ഷേപ്പ് വണ്ണം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ കീശ എടുത്ത് മാറ്റേണ്ടി വരും. കീശ ഞാൻ അവസാനം എടുത്ത് മാറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് ഏറ്റവും താഴത്തെ വണ്ണം എടുക്കണം. അപ്പോൾ നമ്മൾ ലെങ്ത്തിൻ്റെ ഇവിടെ ഒരു വണ്ണം എടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ ചെസ്റ്റ് വണ്ണം നമ്മൾ എടുത്തത് 6.25 ഇഞ്ചാണ്. അപ്പോൾ 6.25 ഇഞ്ചിലേക്ക് ഒരു 2 ഇഞ്ചാണ് താഴെ കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ 8.25 1 ഇഞ്ച് തയ്യൽ തുമ്പും 9.25. അപ്പോൾ കറക്റ്റ് 9.25 തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. കണ്ടോ? ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കണം. വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണുള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് വെച്ചാൽ കൈക്കുഴിയില്ല. അപ്പോൾ കൈക്കുഴി ഇനിയാണ് നമുക്ക് വെട്ടാൻ പോകുന്നത്. ഇതിൻ്റെ ഷോൾഡറും കൈക്കുഴിയും ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ ഷോൾഡർ 2.5 ഇഞ്ചാണ് ഇവിടെ കൊടുത്തത്. കൈക്കുഴി 5 ഇഞ്ചാണ് കൊടുത്തത്. 5 ഇഞ്ച് പറഞ്ഞാൽ നമ്മൾ ഷോൾഡർ എടുക്കുന്നില്ലേ? ഷോൾഡർ 2.5 ഇവിടെ 2.5 ഇഞ്ചും പറയുമ്പോൾ ടോട്ടൽ 5 ഇഞ്ചാണല്ലോ. അപ്പോൾ ഷോൾഡറിന് എടുക്കുന്ന അതേ അളവ് തന്നെയാണ് കൈക്കുഴിക്ക് കൊടുക്കേണ്ടത്. അത് ഞാനിവിടെ കുറച്ച് മുകളിലോട്ട് കുഴിച്ചിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലും സെയിം അളവ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഷർട്ടിൻ്റെ ഷോൾഡറും കൈക്കുഴിയും കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇത് കൈയിൻ്റെ ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാനുള്ളൊരു നീളത്തിൽ പീസ് എടുക്കണം. ലെങ്ത്ത് നമുക്ക് ഈ കൈക്കുഴി കണ്ടില്ലേ ഇതുപോലെ വന്നിട്ട് അടിഭാഗത്തും കുറച്ച് ഇതുപോലെ ഇത്ര പീസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡബിളാണ് എടുക്കേണ്ടത്. പ്ലീറ്റ് ഇട്ടിട്ടാണ് ഇവിടെ സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ ഇതിൻ്റെ വീതിയും പറഞ്ഞാൽ ഒരു 3 ഇഞ്ച് വീതിയാണ് ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ 3 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം പറഞ്ഞാൽ ഇഷ്ടംപോലെ നീളമുണ്ട്. അപ്പോൾ 2 കൈക്കും വെച്ചിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയും ചിലപ്പോൾ പീസ് ബാക്കി വരാം. അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം ഞാൻ സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം ഒരു 4 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കുകയാണ് കേട്ടോ. അറ്റം മുതൽ ഈ അറ്റം വരെ മടക്കി തയ്ച്ച് കൊടുക്കുകയാണ്.
സ്ലീവിൻ്റെ ഭാഗം തയ്ച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് മറിച്ചിട്ടതാ. നല്ല വശം കണ്ടോ, ഇതുപോലെയാണ് ഉള്ളത്. ഈ തുമ്പ് കണ്ടോ, ഈ തുമ്പ് ഇങ്ങോട്ടാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് മടക്കി കൊടുത്തു. എന്നിട്ട് നല്ല വശത്തൂടെ ഇപ്പോൾ ഈ തുമ്പ് ഈ ഭാഗത്താണുള്ളത്, ഇതിലൂടെ സ്റ്റിച്ച് കൊടുക്കണം. ലൈറ്റ് ഓൺ ആക്കി. കണ്ടോ, ഇതിലൂടെ സ്റ്റിച്ച് കൊടുക്കും. പിന്നെ മറ്റേ ഭാഗം നമുക്കിതുപോലെ ചെയ്യാം. എൻ്റെ സ്ലീവിൻ്റെ ഭാഗവും വെച്ചെടുത്തോട്ടോ. ഇനി ചെയ്യേണ്ടത്, ഇനി ഈ ഷർട്ടിൻ്റെ അടി മടക്കി തയ്ക്കാം. രണ്ട് ഭാഗമുണ്ട്, മുമ്പും ബാക്കും. ഇത് രണ്ടും മടക്കി തയ്ക്കാം. അടിയൊക്കെ മടക്കി തയ്ച്ചോട്ടോ. ഇനി നമുക്കിത് കൂട്ടി തയ്ക്കാം. രണ്ട് സൈഡും കൂട്ടി തയ്ക്കാം. അങ്ങനെ കോളർ വെച്ചൊരു മിഡി ടോപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്.